നമുക്കൊപ്പം ഗോകുൽ കൂടിയുണ്ട്. ഗോകുൽ ഇപ്പോൾ ഉള്ളത് അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലിന് മുന്നിലാണ്. ഗോകുൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിനുള്ളിൽ തന്നെയുണ്ടോ? നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? കാരണം ഏത് സാഹചര്യത്തിലും പുറത്തു വന്ന് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തുള്ളിൽ നിയമസഭയിൽ എത്തിച്ചേരാൻ പറ്റൂ. 2-2.5 മണിക്കൂർ എടുക്കും അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ. പ്രത്യേകിച്ച് ട്രാഫിക്കും കൂടി ഉള്ളതുകൊണ്ട് ഒരു 3 മണിക്കൂർ കൂട്ടേണ്ടി വരും. അടൂരിൽ ഇപ്പോൾ ഗോകുൽ നിൽക്കുന്ന വീട്ടിൽ നിന്നാണെങ്കിൽ നിയമസഭയിലേക്ക് എത്താൻ. അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തി മാധ്യമങ്ങളെയൊക്കെ കബളിപ്പിച്ച് ഒരു സർപ്രൈസ് പോലെ നിയമസഭയിലേക്ക് വരാനായിരിക്കുമോ തീരുമാനം? ഗോകുൽ, എന്താണ് അവിടുത്തെ അവസ്ഥ? വീട് പൂട്ടിക്കിടക്കുകയാണെന്ന് തോന്നുന്നു. അരുണെ, വീട് പൂട്ടിക്കിടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, രാഹുൽ വീടിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ. കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളൊക്കെ ഈ പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ട്, രാഹുലുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകി വരുന്നുണ്ട്. ആ സമയത്തൊക്കെ വീട് ഈ സമയത്ത് തുറക്കേണ്ടതാണ്. ഫ്രണ്ടിൽ പൂജാമുറിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പൂജാമുറി താഴിട്ട് പൂട്ടിയിരിക്കുന്ന നിലയിലാണ്. എന്തായാലും മുൻപൊക്കെ പൂജാമുറി പൂട്ടാറുണ്ടായിരുന്നില്ല. വൈകുന്നേരമായാലും പൂജാമുറി തുറന്നു തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പൂജാമുറി താഴിട്ട് പൂട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മെയിൻ വാതിൽ അടച്ചിരിക്കുന്നു. അതുമാത്രമല്ല, രാഹുലിൻ്റെ 2 വാഹനങ്ങളും ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ തൊട്ട് താഴെയാണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് എഴുതിയിട്ടുള്ള ബോർഡ് ഉണ്ടായിരുന്നത്. ആ ബോർഡൊക്കെ മറച്ച 2 വാഹനങ്ങളാണ്. അപ്പോൾ 2 വാഹനങ്ങൾ ഇവിടെ ഇട്ട് മറ്റൊരു വാഹനത്തിലാണ് ഒരു പക്ഷേ പോയിട്ടുണ്ടെങ്കിൽ പോവുക. എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പല തരത്തിലുള്ള റൂമറുകൾ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും പറയുന്നു, അതേപോലെ തന്നെ മറ്റൊരിടത്തേക്ക് മാറിയെന്നും പറഞ്ഞു. ഈ വീട്ടിൽ ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലും രാഹുലിന്റെ അമ്മയും സഹോദരിയും അതേപോലെ തന്നെ സഹോദരി ഭർത്താവുമാണുള്ളത്. എന്തായാലും ഇതുവരെ വീട് തുറന്നിട്ടില്ല. എന്തായാലും വീടിനുള്ളിൽ ആളുണ്ടാകാനുള്ള ഒരു സാധ്യത തീരെ കാണുന്നുമില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 3 മണിയോടുകൂടി രാഹുൽ പുറത്തേക്ക് പോയതായിട്ടാണ് നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരം. അങ്ങനെയുണ്ടെങ്കിൽ ഒരുപക്ഷെ സഭാ സമ്മേളനത്തിൽ പ്രവേശിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാകില്ല. റോഷിപാൽ അതിൻ്റെ വിവരങ്ങൾ നൽകുകയും ചെയ്തു. എന്തായാലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മാറിയിരിക്കാം. എന്തായാലും മാധ്യമങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മാറിയതാണ്. എന്തായാലും അങ്ങനെ ചെന്നെത്തുന്നത് മറ്റൊരു പുലിമടയിലേക്ക് തന്നെയാണ്. രാഹുലിനെതിരെയുള്ള വലിയ ആരോപണങ്ങൾ എന്തായാലും സഭയ്ക്കുള്ളിൽ കയറുകയാണെങ്കിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 2 വാഹനങ്ങളും ഇപ്പോൾ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വാഹനങ്ങളൊക്കെ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നു. വീട് അടഞ്ഞു കിടക്കുന്നു. രാഹുലിനെ ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. രാഹുലിന്റെ അനുയായികളായിട്ടുള്ള കുറച്ച് പേരും വീടിനുള്ളിൽ തന്നെ പലപ്പോഴായി ഉണ്ടാകാറുണ്ട്. എന്നാലും ഇത്തവണ അവരാരുമില്ല. വീട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു നിലയാണ്. എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുവരെയും വീടിന്റെ ഒരു വാതിലും തുറന്നിട്ടില്ല. വീട്ടിൽ ആളുള്ളതായി ഒരു സൂചനയും ഇപ്പോഴുമില്ല. ഗൂഗിൾനാഥാണ് അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിന്റെ മുന്നിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുന്നത്.